ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു അൽഫാം റെസിപ്പിയാണ്. ഞാൻ മന്തി റൈസ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അൽഫാം റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോ. അതിനായിട്ട് ആദ്യം വേണ്ടത്ര ചിക്കൻ എടുത്ത് ക്ലീൻ ആക്കുക. എന്നിട്ടൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് വിനീഗർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ആക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അതിലേക്ക് ജാർ എടുത്തിട്ട് അതിലേക്ക് ഉള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി, അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീഫ് എന്ന് വെച്ചാൽ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. നല്ല രീതിക്ക് അരയ്ക്കണം. അതിലേക്ക് നമുക്ക് മുളക് പൊടി, അതുപോലെ തന്നെ ജീരകം, ചെറിയ ജീരകമാണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്യണം. പിന്നെ മാഗി ക്യൂബ് 2 നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്യുക. ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഈ മസാല ഇട്ട് മാരിനേറ്റ് ചെയ്ത് 1 hour ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ നല്ല സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഒരു തവ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 hour മാരിനേറ്റ് ചെയ്ത് മസാലയൊക്കെ പിടിച്ച ചിക്കൻ ആ തവയിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോഴാണ് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു ജ്യൂസി സ്ട്രെച്ചറായിട്ടുള്ളൊരു ചിക്കൻ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരിക. എന്നിട്ട് അതിൻ്റെ ഓരോ ചിക്കൻ പീസിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കുക. ബട്ടർ ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം ബട്ടറിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചിടുക. നമ്മൾ 2 സൈഡും നല്ല രീതിക്ക് വെന്ത് കിട്ടണം. അതിനായിട്ട് ഇനി നമുക്ക് സെക്കൻഡ് മസാല ഉണ്ടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വീറ്റ്നെസ്, ഹണി അൽഫാമൊക്കെ ഉള്ളവർ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിലേ നിർത്തണം. അപ്പോൾ ഇത് ഭയങ്കര സ്വീറ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അൽഫാം, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചട്ടി എടുക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഓൾറെഡി ഉള്ളവർക്ക്, റെഡിമെയ്ഡായിട്ടുള്ളവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതെടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്യുക. ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല ബാലൻസ് ഉണ്ടാവും ഓൾറെഡി, അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക, കെച്ചപ്പ്, അത് നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തവയിലുണ്ടായിരുന്ന ചിക്കൻ പീസെല്ലാം ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട്, ഓൾറെഡി അതിൻ്റെ അടിയിലൊന്ന് കരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവും, ആ കരിഞ്ഞതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് എഗെയിൻ ഈ ചിക്കൻ ഈ ഒരു സ്വീറ്റായിട്ടുള്ള സെക്കൻഡ് മസാലയിൽ മുക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് കൊടുത്ത് അത് സെറ്റായി വരുമ്പോൾ മക്കളെ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്.